നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ രാമക്ഷേത്രം മാത്രം പോരാ. കാരണം രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ചാണ്. ഇതിൽ നിന്നെല്ലാം വിഷയം മാറ്റണം. അതിനൊരു കലാപം അനിവാര്യമാണ്. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടന്നത്. ആഘോഷങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആയാലും വിനായക ചതുർത്ഥി ആയാലും രാമനവമി ആയാലും സംഘപരിവാറിന് വർഗീയ പ്രചാരണത്തിനുള്ള അവസരങ്ങളാണ്. ഇത്തവണത്തെ ഹോളിയും വ്യത്യസ്തമായിരുന്നില്ല. യു പിയിലെ ബിജ്നൂരിലെ ധാരാപൂർ പൊതുവഴിയിലൂടെ ബൈക്കിൽ വരികയായിരുന്ന മുസ്ലിം മതവിശ്വാസികളെ നേരിട്ടതിങ്ങനെ. भैया 71 साल पुराना है, तुम्हें पता मेन बाजार में होगा तो वही होगा। आज की होली है क्या धाम होगी? RSS ജന്മം കൊണ്ടിട്ട് ഈ അടുത്ത വർഷം 2025 100 വർഷം തികയുകയാണ്. അപ്പോൾ 100 വർഷം തികയുമ്പോൾ അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടണം എന്ന് RSS ആഗ്രഹിക്കുന്നു. അതിനാണ് ഇപ്പോഴുള്ള ഈ നടപടികൾ എന്നത് നാം കാണണം. ഇവിടെ ഭരണഘടന രൂപം നൽകിയപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ RSS അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഭരണഘടനയെപ്പറ്റി ഓർഗനൈസർ ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷേ ആ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ മനുവിൻ്റെ നിയമങ്ങൾ ഇല്ല എന്നതിൽ വലിയ പ്രതിഷേധമാണ് ഓർഗനൈസർ രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ നിന്ന് ബിജ്നൂരിലേക്ക് അധികം ദൂരമില്ല. കേരളത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാനും യു പിക്കാരനാണ്. ഇവരുടെയെല്ലാം നാട്ടിലാണ് മതത്തിൻ്റെ പേരിൽ ഒരു ആഘോഷ ദിനത്തിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യമായ UAE മോദിയോട് പെരുമാറിയത് ഇങ്ങനെയല്ല. മോദി UAE സന്ദർശിച്ചപ്പോൾ ആരും അദ്ദേഹത്തിന്റെ മതസ്വാതന്ത്ര്യം ഹനിച്ചില്ല. ചെറിയ പ്രകോപനങ്ങളാണ് വലിയ കലാപങ്ങളായി മാറുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലർക്ക് ഒരു കലാപം അനിവാര്യമാണ്. ഈ ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇന്ന് രാജ്യത്തെ പല പ്രദേശങ്ങളിലും നടക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു.
അതോടെ കോൺഗ്രസ് BJP അന്തർധാര വ്യക്തമായി. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വാദ്ര. റോബർട്ട് വാദ്രയ്ക്കെതിരെ DLF ഭൂമി തട്ടിപ്പ് ഇടപാടിൽ അന്വേഷണം നടന്നിരുന്നു. ഹരിയാന ഭരിച്ചിരുന്ന BJP സർക്കാർ കേസെടുത്തിരുന്നു. റോബർട്ട് വാദ്രയ്ക്ക് വേണ്ടി DLFൽ നിന്ന് BJP 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി കോഴ വാങ്ങി. അങ്ങനെ കേസിൽ നിന്ന് റോബർട്ട് വാദ്രയെ BJP സർക്കാർ രക്ഷപ്പെടുത്തി. ഇങ്ങനെ ചുരുക്കി പറയാം, കോൺഗ്രസ് BJP ബൈ ബൈ. രാജ്യം മുഴുവൻ മോദിയുടെ റോഡ് ഷോ. जहां प्रधानमंत्री नरेंद्र मोदी चुनावी रैली को രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. പക്ഷേ മോദിയും രാഹുലും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയാണ് ഇലക്ട്രൽ ബോണ്ട് വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വന്നത്. കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ വ്യക്തികൾ, വക്താക്കൾ BJPക്ക് 170 കോടി രൂപ ബോണ്ട് കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിചിത്രമായ സംഭവമല്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി BJPക്ക് 170 കോടി രൂപ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു വിചിത്രമായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇലക്ട്രൽ ബോണ്ടുകളെ ഇടതുപക്ഷം എതിർക്കാൻ ഒരു കാരണമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ എന്നാൽ അഴിമതിയാണ്. ഇക്കാര്യം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. ഇനി ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കുകൾ നോക്കാം. ആകെ നടന്നത് 16,518.6 കോടി രൂപയുടെ ഇടപാട്. BJPക്ക് ലഭിച്ചത് 8,451.41 കോടി. കോൺഗ്രസിന് ലഭിച്ചത് 1,951.7 കോടി. ഇനി BJP കോൺഗ്രസ് അന്തർധാര എന്തെന്നറിയണമെങ്കിൽ റോബർട്ട് വാദ്രയുടെ ഇടപാടുകളിലേക്ക് പോകണം. രണ്ടാം UPA സർക്കാർ ഭരണം നടത്തുന്ന കാലം. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ പിടിമുറുക്കി. ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര പ്രധാന ദല്ലാളായി വളർന്നു. റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു വാദ്രയുടെ പ്രധാന മേഖല. 2008 ഹരിയാനയിലെ ഗുഡ്ഗാവിൽ റോബർട്ട് വാദ്ര 7.5 കോടി രൂപ കൊടുത്ത് 3.5 ഏക്കർ കൃഷിഭൂമി വാങ്ങി. ഹരിയാന അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് കൃഷിഭൂമി വ്യവസായ ഭൂമിയാക്കി മാറ്റി. പിന്നാലെ ഇതേ ഭൂമി 58 കോടി രൂപയ്ക്ക് DLFന് മറിച്ചു വിറ്റു. ക്രമക്കേട് ആരോപിച്ച് അന്ന് BJP സമരങ്ങൾ സംഘടിപ്പിച്ചു. ഹരിയാനയിൽ ഭരണമാറ്റമുണ്ടായി. BJP അധികാരത്തിൽ വന്നു. 2018 ഭൂമി ഇടപാടിൽ ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടി വാദ്രയ്ക്കും DLFനുമെതിരെ ഹരിയാന BJP സർക്കാർ കേസെടുത്തു. ഇനിയാണ് ട്വിസ്റ്റ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനായി വൻതുക കോഴ നൽകണം. ഇതിനായുള്ള എളുപ്പവഴിയാണ് ഇലക്ട്രൽ ബോണ്ട്. റോബർട്ട് വാദ്രയെ രക്ഷപ്പെടുത്താനായി DLF 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകളായി കൈമാറി. 2019 ഒക്ടോബർ മുതൽ 2022 നവംബർ വരെ 6 ഘട്ടങ്ങളിലായാണ് 170 കോടി കൈമാറിയത്. പിന്നാലെ റോബർട്ട് വാദ്രയെ കുറ്റവിമുക്തനാക്കി ഹരിയാന BJP സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ നരേന്ദ്രമോദിയുടെ BJP അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതിന്റെ ന്യായം ചോദിച്ചാൽ BJPയുടെ പ്രതികരണം ഇങ്ങനെ. ചോദിക്ക്, കോൺഗ്രസിൻ്റെ ആളെ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആളല്ല, അവരോട് ചോദിക്ക് പോയിട്ട്. വധേര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യാം. BJPക്ക് കോഴ കൊടുത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസിന് പറയാനുള്ളത് കേൾക്കണം. DLF പ്രിയങ്ക ഗാന്ധിയുടെയാണ്. DLF ആണോ? അതൊക്കെ നിങ്ങൾക്കുള്ള പുതിയ അറിവാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ദേശാഭിമാനി മാത്രം വായിച്ച് കൈരളി മാത്രം കണ്ടിട്ട് വരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ബാക്കി മാധ്യമങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എങ്ങും കണ്ടില്ല ഇതിലല്ലാതെ. അതിൽ പലതും വരും, എല്ലാവരെ പറ്റി പലതും വരും, വേറെ ഒന്നിലും കണ്ടില്ല. ആസാം മുഖ്യമന്ത്രി, പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി, BJP, എന്താ പറഞ്ഞത്? അതായത് കോൺഗ്രസ് BJPയുടെ സ്ഥിരം നിക്ഷേപമാണ് എന്നാണ്. സ്ഥിരം നിക്ഷേപമാണ് എന്നാണ്. കേഡർമാരെ എപ്പോഴാണോ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പം ഞങ്ങളതിൽ നിന്ന് എടുക്കും. ആസാം മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് നേതാവാണ്. ആ കോൺഗ്രസ് നേതാവാണ് BJPയുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് BJPയുടെ സ്ഥിരം നിക്ഷേപമാണ്. ആ സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പിൻവലിക്കാം, അവരെ എടുക്കാം എന്നാണ്. അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ ഒത്തുകളികൾ പലതും നടക്കും. അത്തരമൊരു ഒത്തുകളിയിലൂടെയാണ് 170 കോടി രൂപ വാങ്ങി BJP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ രക്ഷപ്പെടുത്തിയത്. മണിപ്പൂർ എന്ന സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ആ സംസ്ഥാനം ഇപ്പോഴും കലാപകലുഷിതമാണ്. ഈസ്റ്റർ ദിനത്തിൽ പൊതു അവധിയാണ്. എന്നാൽ മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാർ ഈസ്റ്റർ ദിനത്തിലെ പൊതു അവധി പിൻവലിച്ചു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനായി BJP നേതാക്കളെല്ലാം ഓടി നടക്കുകയാണ്. അവരെല്ലാം നോക്കേണ്ടത് മണിപ്പൂരിലേക്കാണ്. മണിപ്പൂരിൻ്റെ മുറിവുണങ്ങിയിട്ടില്ല. ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു കലാപം ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കലാപത്തെ ആസൂത്രിതമായി ക്രിസ്ത്യൻ വിരുദ്ധത ആളിക്കത്തിക്കാനുള്ള അവസരമാക്കി സംഘപരിവാർ മാറ്റി. ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈസ്റ്റർ. ആ ദിനത്തിൽ രാജ്യത്തെല്ലായിടത്തും പൊതു അവധി നൽകേണ്ടതാണ്. പക്ഷേ മണിപ്പൂർ വ്യത്യസ്തമായി. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാർ ഈസ്റ്റർ ദിനത്തിലെ അവധി പിൻവലിച്ച് ഉത്തരവിറക്കി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. 2014 147 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ 2023 അത് 687 ഉയർന്നുവന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ പറയാണ്. അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സന്ദേശം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി പറയാൻ പരിമിതിയുണ്ടല്ലോ, എനിക്കറിയില്ലല്ലോ. അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട്, നിങ്ങളിപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കേരളത്തിൽ BJPക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. ഇതിനായുള്ള നാടകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്. चर्च के पादरी भी हिंसा के शिकार हो रहे हैं. കേരളത്തിലേക്കല്ല BJP പോകേണ്ടത്, മണിപ്പൂരിലേക്കാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നിയമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ക്ഷേത്ര പൂജാരിമാർക്കും പൗരത്വ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകാമത്രേ. അഥവാ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലിയെല്ലാം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ചെയ്യും. എന്നാൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല. 22 जिले और 22 जिले में मात्र एक जिला उन मुसलमानों का, उन कुत्तों का, जहां हमारी यात्रा
जहां हमारी यात्रा കഴിഞ്ഞ വർഷത്തെ ദൃശ്യങ്ങളാണിത്. പ്രദേശം BJP ഡബിൾ എഞ്ചിൻ ഭരണം നടത്തുന്ന ഉത്തരാഖണ്ഡ്. സംഘപരിവാറുകാരുടെ ആഹ്വാനം കേൾക്കാം. മുസ്ലിം കച്ചവടക്കാർക്ക് വിലക്കേർപ്പെടുത്തുന്നതാണ് ആഹ്വാനം. करके सुन ले, अगर उनकी दुकान में कोई भी बाहरी मुसलमान काम करता है तुरंत उनको अपने दुकानों से निकाल दे, सिर्फ 2 दिन का समय। अगर उसके बाद किसी दुकानदार ने किसी मुसलमान को अपनी दुकान पे रखा, उसके दुकान के बाहर उसके बहिष्कार का पोस्टर हम लगाने का काम करेंगे और उसको कौम का गद्दार घोषित करेंगे। ये बात आप सोच लेना। जितने भी दुकानदार साथी हैं अपनी दुकानों से मुसलमान कर्मचारियों को निकाल दे। अगर उन्होंने नहीं निकाला तो उनको कौम का गद्दार घोषित करके उनके दुकानों के बाहर पोस्टर लगाने का काम हम करेंगे। जय श्री राम, जय श्री राम, जय श्री राम। 10 വർഷക്കാലത്തെ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കുണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാമാണ്. ഈ മാറ്റം കൂടുതൽ അപകടകരമായ ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ തുടക്കമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇപ്പോൾ ഇതാ നിയമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പൗരത്വം ലഭിക്കാനായി നൽകുന്ന അപേക്ഷയോടൊപ്പം ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടവരുടെ പട്ടികയിൽ മതപുരോഹിതരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആരാണ് ഈ മതപുരോഹിതർ? പ്രായോഗിക തലത്തിൽ ഇവരെല്ലാമായിരിക്കും. ഇപ്പോൾ ചട്ടം നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോഴോ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടി എന്ന നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേയില്ല, ഒന്നും പ്രതികരിച്ചില്ല. അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ ചട്ടം വന്നല്ലോ, നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആലോചിച്ച് പറയാം. ഈ ചട്ടം വന്ന ഉടനെയല്ല ചോദിക്കുന്നത്. ചട്ടം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും ആലോചനയിലാണ്. ആലോചിക്കട്ടെ എന്നാണ്. കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ. അദ്ദേഹം ചിരിക്കുന്നു. ഖാർഗെയും ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കി. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ്? കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. അവരത്യന്തം ഭയപ്പാടിൽ, ഉത്കണ്ഠയിൽ, എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന തിന്നുകൊണ്ട് കഴിയുന്നു. അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന സർക്കാരുകൾ തയ്യാറല്ല. എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അഭിപ്രായം? കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെ. ഞാൻ കാസർകോട്ടെ പത്രക്കാരോടാണ് സംസാരിക്കുന്നത്. ഞാൻ കാസർകോട്ട് MP ആണ്. ഇന്ത്യയിൽ 54 MPമാരുള്ളൊരു MP ആണ് ഞാൻ. നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. യു ക്യാൻ ഗോ പറയട്ടെ. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കത്തിക്കാനാണ്. അതുകൊണ്ട്
നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഈ വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്. ഉത്തരം ഞാൻ തരില്ല. CPIM-ന്റെ നിലപാട് ശക്തമായിട്ട് നേരത്തെ പറഞ്ഞു. ഇന്നലെ ഗോവിന്ദമാഷ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വിഷയം കൂടി വന്നപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ കാര്യങ്ങൾ കേരളത്തിൽ വ്യക്തമായിട്ട് അറിയാം. എന്താണ് സംഭവം, ദേശീയ അന്വേഷണ ഏജൻസികൾ എന്താണ്, അതിൽ കോൺഗ്രസിന് മാത്രമുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട്. ആലപ്പുഴ UDF സ്ഥാനാർത്ഥി വേണുഗോപാൽജി ദില്ലിയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ശക്തമായി ED-ക്കെതിരെ പ്രതികരിച്ചു. വിമാനം കയറി ആലപ്പുഴ എത്തിയപ്പോൾ ED സിന്ദാബാദ് വിളിച്ചു. ആ വേഷം വ്യത്യാസമുണ്ട്. അവിടെ കുർത്തിയാണെങ്കിൽ ഇവിടെ മുണ്ട് ഷർട്ടാന്നുള്ളൂ. ബാബറി മസ്ജിദ്, കശ്മീരിന്റെ പ്രത്യേകാവകാശം പിൻവലിക്കൽ, ഏകീകൃത സിവിൽ നിയമം, പൗരത്വ ഭേദഗതി നിയമം, ഈ വിഷയങ്ങളിലൊന്നും കോൺഗ്രസിന് പുരോഗമനപരമായ നിലപാടുകളില്ല. നേതാക്കളെല്ലാം തങ്ങൾക്കായി BJP എപ്പോൾ വാതിൽ തുറക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്. വർഗീയതയെ മൃദു ഹിന്ദുത്വം കൊണ്ടോ മുതലാളിത്ത രാഷ്ട്രീയം കൊണ്ടോ നേടാൻ സാധിക്കില്ല. ശക്തമായ ഇടതുപക്ഷ പുരോഗമന ബദൽ കൊണ്ട് മാത്രമേ നേരിടാൻ സാധിക്കൂ. ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതായിരുന്നു JNU-വിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നേടിയ വൻ വിജയം. അവരുടെ ജയം മതേതര ഇന്ത്യക്ക് ഏറെ ആവേശം പകരുന്നു. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.